UDF തകർത്തെറിഞ്ഞ കേരളത്തെ കൈപ്പിടിച്ചുയർത്തിയത് 2016-ൽ അധികാരത്തിൽ വന്ന LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളം കൈവരിച്ച നേട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കും 2021-ലെ ഭരണത്തുടർച്ച ഉപകരിച്ചു. കൊല്ലം കോർപ്പറേഷനിലെ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സാമൂഹ്യക്ഷേമ പെൻഷൻ നിലനിർത്താനും വർദ്ധിപ്പിക്കാനുമായി 2016-ൽ LDF അധികാരമേൽക്കുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി ദയനീയമായിരുന്നു. UDF ഭരണത്തിൽ എല്ലാ രംഗത്തും തകർച്ചയായിരുന്നു. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരുന്നു. ഒരു മാറ്റം പ്രതീക്ഷിച്ചാണ് 2016-ൽ ജനങ്ങൾ LDFനെ അധികാരത്തിലേറ്റിയത്. ആ ആഗ്രഹം LDF സർക്കാർ സഫലമാക്കിയതോടെ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായി. അസാധ്യമെന്ന് കരുതി UDF ഉപേക്ഷിച്ച പലതും LDF സർക്കാർ സാധ്യമാക്കി. ആ സർക്കാരിൻ്റെ കാലാവധി അവസാനിച്ചപ്പോൾ 600 വാഗ്ദാനങ്ങളിൽ 580 എണ്ണവും പൂർത്തിയാക്കിയിരിക്കുന്നു. അതിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് 2021-ലെ തുടർഭരണം. തുടർഭരണം ജനങ്ങൾക്ക് ഗുണമായി എന്നതിന് തെളിവാണ് അതിദരിദ്രരില്ലാത്ത നാടായി കേരളത്തെ മാറ്റിയെടുത്ത നടപടി. ഇത് ലോകത്തിനു തന്നെ മാതൃകയാണ്. കേരളത്തെ മികച്ച നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറ്റാനായി. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതും പശ്ചാത്തല മേഖലയുടെ പുരോഗതിയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളും ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതും പൊതുവിതരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയതും തുടർഭരണത്തിൻ്റെ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി.